നിങ്ങൾ ആ ജനലൊന്ന് തുറന്ന് വെളിയിലേക്കൊന്ന് നോക്കിക്കേ. മഴയുടെ എന്തെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ജൂൺ മാസം കഴിഞ്ഞു, ജൂലൈ മാസത്തിൻ്റെ പകുതിയായി. കാര്യമായിട്ട് മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ സമയങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത്. കാലാവസ്ഥയിൽ എങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത്? അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം എങ്ങനെയാണ് കൃത്യം ജൂൺ മാസത്തിൽ തന്നെ കേരളത്തിൽ മഴ പെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് ആദ്യം എന്താണ് മൺസൂൺ എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഭൂമിയിൽ ചൂട് കിട്ടുന്നത്? നേരിട്ട് ഡയറക്റ്റ്ലി സൂര്യനിൽ നിന്നും നമുക്ക് ചൂട് കിട്ടും. എന്നാൽ സൂര്യനിൽ നിന്നും ഇൻഡയറക്റ്റ്ലി ആയിട്ടും നമുക്ക് ചൂട് കിട്ടാറുണ്ട്. സൂര്യൻ്റെ ശക്തമായിട്ടുള്ള ചൂട് നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് പതിക്കും. ഭൂമി ആ ചൂടിനെ ഒന്ന് വലിച്ചെടുക്കും. എന്നിട്ട് ശക്തമായിട്ടത് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് സൂര്യനിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ചൂടുണ്ട്. അതുകൂടാതെ സൂര്യൻ്റെ ഈ ചൂടിൽ നിന്ന് ഭൂമി ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കാൻ സാധിക്കുന്നത് ഭൂമിയുടെ പ്രതലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ്. മുകളിലേക്ക്, അതായത് ഉയരങ്ങളിലേക്ക് പോകും തോറും ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് ഹിമാലയത്തിൽ അതിശക്തമായിട്ടുള്ള തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നത്. ഉയർന്ന മേഖലകളൊക്കെ ശരിക്കും സുഖവാസ കേന്ദ്രങ്ങളാണ്. കാരണം അവിടെ ചൂട് കാര്യമായിട്ടില്ല. കാരണം താഴെ നിന്ന്, അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഭൂമി ചൂടിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. അത് മുകളിലേക്ക് പോകും തോറും ആ റിഫ്ലക്ഷൻ കുറഞ്ഞു വരും. നമുക്ക് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗത്തെ എടുക്കാം. അവിടെ സൂര്യനിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള ചൂട് വന്ന് പതിക്കുന്നു. ആ പതിക്കുന്ന ചൂട് അവിടെ പിന്നെയും ചൂടുണ്ടാക്കുകയാണ്. ഭൂമി ഒരു ചൂടുണ്ടാക്കുന്നുണ്ടല്ലോ, ആ ചൂട് കാരണം പിന്നെയും അത് ചൂടുണ്ടാക്കുന്നു. അപ്പോൾ ആ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന, ആ ജലപ്പരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. ഏറ്റവും കൂടുതൽ ചൂടുണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെയുള്ള ജലം ബാഷ്പീകരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അത് ഇവാപ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ശക്തമായിട്ടുള്ള ചൂടുണ്ടെങ്കിൽ ആ ശക്തമായിട്ടുള്ള ചൂടുള്ള ഭാഗത്തെ വായു വികസിക്കും. നിങ്ങൾ ചില ബലൂണുകളൊക്കെ കണ്ടില്ലേ? ആളുകൾ ബലൂണുകൾ കയറി യാത്ര ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആ ബലൂൺ എങ്ങനെയാണ് ശരിക്കും പറക്കുന്നത്? ആ ബലൂണിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും വായുവുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് തീ കാണാനായിട്ട് സാധിക്കും, ഫ്ലെയിം കാണാൻ സാധിക്കും. ആ ഫ്ലെയിം കാരണം ആ ബലൂണിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന വായു അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് എക്സ്പാൻഷന് മുമ്പ് ആ വാതകങ്ങൾ അല്ലെങ്കിൽ ആ വായുവിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് അവയെല്ലാം കൂടിച്ചേർന്നിട്ടായിരുന്നു ഇരുന്നത്. അതായത് അവിടുത്തെ ഡെൻസിറ്റി വളരെ കൂടുതലായിരുന്നു. എന്നാൽ ചൂടങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇവനങ്ങ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഇവൻ വികസിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡെൻസിറ്റി കുറയുകയാണ്. അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മോളിക്യൂൾസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കുറഞ്ഞ സ്ഥലത്തല്ല, അത് കുറച്ച് കൂടിയ സ്ഥലത്താണ് അത് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ബലൂണൊക്കെ വായുവിലൂടെ പറന്നു പോകുന്ന, ആളുകളെയും കൊണ്ട് പറന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ജലപ്പരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ വാതകം അല്ലെങ്കിൽ അവിടുത്തെ വായു എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഈ ബലൂണുകൾ പറന്നു പോകുന്നത് പോലെ ആ സമുദ്ര പ്രതലത്തോട്, ജലപ്പരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ വായു പതിയെ മുകളിലേക്ക് ഉയർന്നു പോകാൻ തുടങ്ങും. ഇങ്ങനെ ഉയർന്നു പോകുന്ന വായുവിൽ ഒരുപാട് ജലഗണവുമുണ്ട്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, ശക്തമായിട്ടുള്ള ചൂട് കാരണം ജലപ്പരപ്പിൽ അടങ്ങിയിരിക്കുന്ന ജലം ബാഷ്പീകരിക്കുന്നു. അങ്ങനെ ബാഷ്പീകരിച്ചിട്ടുണ്ടായിട്ടുള്ള ജലത്തിൻ്റെ സാന്നിധ്യവുമായിട്ട്, ജലകണത്തിൻ്റെ സാന്നിധ്യവുമായിട്ടാണ് ഈ വാതകം നേരെ മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് പോകും തോറും ചൂട് കുറയുമെന്ന് ഞാൻ പറഞ്ഞു. മുകളിലേക്ക് പോകും തോറും ചൂട് കുറയുന്നു. ചൂട് കുറയുന്നത് കാരണം മുമ്പത്തെ ആ എക്സ്പാൻഷൻ അങ്ങ് ചുരുങ്ങിപ്പോകും. ചൂട് കുറയുമ്പോൾ ആ എക്സ്പാൻഷൻ ചുരുങ്ങി കുറച്ച് ഭാഗത്തേക്ക് ഈ വാതകങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡെൻസിറ്റി വർദ്ധിക്കും. ഡെൻസിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഗ്രാവിറ്റി കാരണം ആ ഡെൻസിറ്റി കൂടിയിട്ടുള്ള വാതകം താഴേക്ക് വരും. പക്ഷേ ഇവിടെ നേരെ താഴേക്കല്ല വരുന്നത്, രണ്ട് ഡയറക്ഷനിലേക്ക് പോകും. ഇക്വേറ്ററിൻ്റെ കാര്യമാണ്, അതായത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മുകളിലേക്ക് ഉയരുന്ന വാതകം രണ്ടായിട്ട് വേർപിരിയും. കുറച്ച് വാതകങ്ങളൊക്കെ വടക്ക് ഭാഗത്തേക്ക്, നോർത്ത് ഭാഗത്തേക്ക് പോകും. കുറച്ച് വാതകങ്ങളൊക്കെ സൗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് പോകും. തെക്ക് ഭാഗത്തേക്ക് അങ്ങ് എന്നേക്കുമായിട്ട് പോയിക്കൊണ്ടിരിക്കില്ല.
തെക്ക് ഭാഗത്തേക്ക് പോകുന്നതനുസരിച്ച് അത് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതിൻ്റെ ഡെൻസിറ്റി കാഠിന്യം കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ വടക്കോട്ടും തെക്കോട്ടും പോകുന്ന ഈ വാതകങ്ങൾ പതിയെ പതിയെ താഴേക്ക് വരാൻ തുടങ്ങും. താഴെ വന്നു കഴിഞ്ഞാൽ താഴേക്ക് അടുക്കും തോറും ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനം തുടക്ക ഭാഗത്തേക്ക് തന്നെ പോകും. അത് എവിടെ നിന്നാണോ ഇത് ബാഷ്പീകരിച്ച് ഉയർന്നു വന്നത് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകും. അതിനൊരു കാരണമുണ്ട്. ജലം ബാഷ്പീകരിച്ച് ഈ വാതകത്തോടൊപ്പം മുകളിലേക്ക് പോയില്ലേ, ആ ഭാഗത്ത് വാതകത്തിൻ്റെ സാന്നിധ്യം കുറവാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന വാതകം മുകളിലേക്ക് ഉയർന്നു പോയി. അതായത് അവിടെ ഒരു ന്യൂനമർദ്ദമുണ്ട്, ഒരു വേക്കൻസി ഉണ്ട്. ആ ന്യൂനമർദ്ദത്തേക്ക് മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് വാതകങ്ങൾ സ്വാഭാവികമായിട്ടും ഒഴുകിയെത്തും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയൊരു വ്യത്യാസം സംഭവിക്കും. കാരണം ഭൂമി അതൊരു സ്പെറിക്കൽ ഷേപ്പാണ്. അത് അങ്ങനെ നിശ്ചലമായിട്ടിരിക്കുകയല്ല, അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്വന്തം ആക്സിസിൽ കറങ്ങുന്നു. അതുകൂടാതെ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുമുണ്ട്. സാധാരണ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു പന്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളല്ല സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ അനക്കമില്ലാതെ ഒരിടത്ത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു പന്തിൻ്റെ മധ്യഭാഗത്ത് നിന്നും ഉത്തരഭാഗത്തേക്കും ദക്ഷിണ ഭാഗത്തേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടും. ഭൂമി നിശ്ചലമായിരുന്നെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വാതകം അത് നോർത്തിലേക്കും സൗത്തിലേക്കും പോയി അത് കൃത്യം നേർരേഖയിൽ തന്നെ പോയേനെ. പക്ഷേ ഭൂമി നിശ്ചലമല്ല, ശക്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്ക് ഭാഗത്തേക്കാണ് ശക്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തിലാണ് നിങ്ങൾ മധ്യഭാഗത്തു നിന്നും നോർത്തിലേക്ക് സൗത്തിലേക്ക് ലൈൻ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുന്നത്. ആ കറക്കം കാരണം ആ വര ഒന്ന് വളയും. നിങ്ങൾ നോർത്തിലേക്ക് വരയ്ക്കുന്ന വരയാണെങ്കിൽ ആ വര കറക്കത്തിൻ്റെ അതേ ഡിറക്ഷനിലേക്ക് തന്നെ, ഈസ്റ്റിലേക്ക് തന്നെ അത് വളഞ്ഞു പോകും. അതേസമയം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുന്നതാണെങ്കിൽ അത് ആ കറക്കത്തിൻ്റെ എതിർ ദിശയിലേക്കായിരിക്കും തിരിയുക. അതായത് അത് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകും. അതുപോലെ തന്നെ തെക്ക് ഭാഗത്തു നിന്നും ഇക്വേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ വാതകം അല്ലെങ്കിൽ ആ വര അതും വെസ്റ്റേൺ ഭാഗത്തേക്ക് പോകും. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു പന്തെടുത്ത് ഒന്ന് കറക്കിക്കൊണ്ട് അതിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലുള്ളൊരു പാറ്റേൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു കോൺസെപ്റ്റിനെ നമുക്കിനി പസഫിക് ഓഷ്യനിൽ കൊണ്ടുപോയി വെക്കാം. പസഫിക് ഓഷ്യൻ അത് ഒന്നൊന്നര സമുദ്രമാണ്. ഭൂമിയുടെ പസഫിക് ഓഷ്യൻ്റെ നേർക്കുള്ള ഭാഗത്തെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കര പോലും കാണാൻ സാധിക്കത്തില്ല. അവിടെ കാണാൻ സാധിക്കുന്നത് നീല നിറത്തിലെ സമുദ്രം മാത്രം. അത്രത്തോളം വലുപ്പമുണ്ട് പസഫിക് ഓഷ്യന്. പസഫിക് ഓഷ്യൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് രണ്ട് വലിയ ഭൂഖണ്ഡങ്ങളുണ്ട്, നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും. അതേസമയം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, അതിൻ്റെ വെസ്റ്റേൺ പാർട്ടിലായിട്ടാണ് നമ്മുടെ ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സ്ഥാനം. പസഫിക് സമുദ്രത്തിൻ്റെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും ഇതേ പ്രതിഭാസം തന്നെ നടക്കുന്നുണ്ട്. അവിടെയും വടക്കു നിന്നും തെക്കു നിന്നും ഭൂമധ്യരേഖയുടെ നേർക്ക് വാതകത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. കോറിയോളിസ് എഫക്റ്റ് കാരണം, ഭൂമിയുടെ സ്വന്തം അച്ചുതണ്ടിലുള്ള കറക്കം കാരണം ഇങ്ങനെ വരുന്ന വാതകം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകാതെ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒന്ന് വളഞ്ഞു പോകുന്നു. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് കിഴക്ക് നിന്ന് കാറ്റ് വരുന്നതായിട്ടായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ഇതിന് ഈസ്റ്റർലിങ്സ് എന്ന പേരുണ്ട്. ഈസ്റ്റർലിങ്സ് മാത്രമല്ല, ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ട്രേഡ് വിൻഡ്. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്നും യാത്ര പുറപ്പെടുന്ന പായ്ക്കപ്പലുകൾ, ആ പായ്ക്കപ്പലുകളെ അവിടെ നിന്നും ഒഴുക്കി ഏഷ്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ ട്രേഡ് വിൻഡുകൾക്ക് വലിയ പങ്കുണ്ട്. കാറ്റടിക്കുക, കാറ്റ് വീശുക എന്ന് പറഞ്ഞാൽ ആ കാറ്റിനൊപ്പം അവിടുത്തെ ജലവും ഒഴുകിപ്പോവും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ ഗ്ലാസിൻ്റെ ആ ജലപ്പരപ്പിന് തൊട്ട് മുകളിലൂടെ നിങ്ങളൊന്ന് ഊതി നോക്കുക. നിങ്ങൾ ഊതുന്ന ഡിറക്ഷൻ അനുസരിച്ച് അവിടെ നിങ്ങൾക്കൊരു തിര കാണാം. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് കടൽ തീരങ്ങളിൽ തിരമാലകൾ കാണാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള കാറ്റ് കാരണം ജലം ഇങ്ങനെ നീങ്ങി തിരമാലകളായിട്ട് കടലിൻ്റെ തീരത്ത് വന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. ട്രേഡ് വിൻഡ് സംഭവിക്കുമ്പോൾ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തുള്ള ജലവും ആ വിൻഡിനോടൊപ്പം ഒഴുകി നമ്മുടെ ഏഷ്യയുടെ മേഖലയിലേക്ക് പോകും. സമുദ്രത്തിൻ്റെ ജലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ താപനില ഉണ്ടാവുക. കാരണം ആ ഭാഗത്താണ് സൂര്യൻ്റെ പ്രകാശം നേരിട്ട് വന്ന് അടിക്കുന്നത്. താഴോട്ട് പോകും തോറും അവിടുത്തെ താപനില കുറഞ്ഞു വരും. മുകൾ ഭാഗത്തെ ജലം,
അതായത് ഈ അമേരിക്കൻ തീരപ്രദേശങ്ങളിലുള്ള മുകൾ ഭാഗത്തെ ജലം അവിടെ നിന്ന് ഒഴുകി പോകുമ്പോൾ മുകൾ ഭാഗത്തേക്ക് ഒഴുകിയെത്തുന്നത് താഴെയുള്ള തണുത്ത ജലമാണ്. ഇതിനെയാണ് അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ തണുത്ത വെള്ളം മുകളിലേക്ക് ഒഴുകി വരുമ്പോൾ ആ വെള്ളത്തോടൊപ്പം തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൻസുമുണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ശരിക്കും സൂക്ഷ്മ ജീവികളാണ്. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതേ സൂക്ഷ്മ ജീവിയാണ്. ഈ സൂക്ഷ്മജീവികളെ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളുണ്ട്. അതിനെ ഭക്ഷിക്കാനായിട്ട് ആ പ്രദേശത്തേക്ക് കൂടുതൽ മത്സ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസം നടക്കുന്ന സമയത്ത് നമ്മുടെ അമേരിക്കയുടെ പ്രത്യേകിച്ചും പെറുവിൻ്റെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് മത്സ്യസമ്പത്ത് കാണും. അവർക്ക് ശരിക്കും അതൊരു ചാകര തന്നെയാണ്. പസഫിക് സമുദ്രത്തിൽ നിന്നും ഒഴുകി വരുന്ന ജലം നേരെ പോകുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കാണ്. ആ ഭാഗത്തെ ജലത്തിൻ്റെ താപനില അതിശക്തമായിരിക്കും. അതിശക്തമായിട്ടുള്ളൊരു ചൂട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് ബാഷ്പീകരണം നടക്കും. അതിശക്തമായിട്ടുള്ള മഴയായിരിക്കും ആ മേഖലകളിൽ അനുഭവപ്പെടുക. അവിടെ നിന്ന് പിന്നെയും ആ ജലം ഒഴുകി നേരെ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ്. അത് അവിടെ നിന്ന് അല്പം ഒന്ന് വളഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ മേഖലകളിലും എത്തിച്ചേരും. കേരളത്തിൻ്റെ മേഖലകളിൽ എത്തിച്ചേരുമ്പോൾ അപ്പോഴേക്കും ജൂൺ മാസം ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ മൺസൂൺ നടക്കുന്നത്. ഇത് റെഗുലറായിട്ട് നടക്കുന്നൊരു പ്രതിഭാസമാണ്. പക്ഷേ ഇവിടെ ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. ആ ഇറഗുലാരിറ്റിയാണ് നമ്മൾ എൽ നിനോ എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണം ലോകത്തിൻ്റെ പല കോണുകളിലുള്ള സമുദ്രത്തിലെ ജലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കാരണം എൽ നിനോ പ്രതിഭാസം നടക്കുന്നു. എൽ നിനോ എന്ന് പറയുമ്പോൾ ഏഷ്യയുടെ ഭാഗത്തുണ്ടായിരുന്ന അതിശക്തമായിട്ടുള്ള ചൂടോട് കൂടിയിട്ടുള്ള ജലം ഏഷ്യയുടെ ഭാഗത്ത് നിന്ന് അല്പം ഷിഫ്റ്റ് ചെയ്ത് പസഫിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തേക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെ തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തേക്കോ എത്തിച്ചേരും. അതായത് ആ പ്രദേശത്തായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുക. ആ ഭാഗത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂട് ജലവുമുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ ഒഴുകിയെത്തില്ല. ഫൈറ്റോ പ്ലാങ്ക്ടൺ വരാത്തതുകൊണ്ട് തന്നെ അതിനെ ഭക്ഷിക്കാനായിട്ട് മത്സ്യങ്ങളും എത്തില്ല. ആ കാലഘട്ടത്തിൽ അവിടെ കാര്യമായിട്ട് മത്സ്യസമ്പത്തൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഏഷ്യയിലാണ് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഏഷ്യയുടെ ഭാഗത്ത് ചൂട് ജലത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടാകില്ല. എൽ നിനോ സംഭവിക്കുമ്പോൾ കാര്യമായിട്ട് മഴ ഉണ്ടാകില്ല. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എൽ നിനോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൽ നിനോ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ചിലപ്പോൾ ഒരു എൽ നിനോയ്ക്ക് ശേഷം 2 വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത എൽ നിനോ വരുന്നത്. ഇതിനു മുമ്പ് എൽ നിനോ വന്നത് 2023-24 കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ 2026 വീണ്ടും വന്നിരിക്കുന്നു. എന്നാൽ എല്ലാ 2 വർഷം കൂടുന്തോറും ഇത് സംഭവിക്കില്ല. ചിലപ്പോൾ ഒരു 7 വർഷം വരെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത എൽ നിനോ വരുന്നത്. ഇതുപോലെ ആവർത്തിച്ച് എൽ നിനോ വന്നുകൊണ്ടിരിക്കുന്ന ആ പ്രതിഭാസത്തെ നമ്മൾ എൻസോ എന്ന് പറയും. എൽ നിനോ സൗത്ത് ഓസിലേഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഇതിനിടയിൽ ചിലപ്പോഴൊക്കെ ലാനിനയും വരും. ലാനിന എൽ നിനോയുടെ നേരെ ഓപ്പോസിറ്റാണ്. ലാനിന നടക്കുന്ന സമയത്ത് കൂടുതൽ ചൂട് ജലമായിരിക്കും സൗത്ത് ഏഷ്യയുടെ ഭാഗത്തുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ മൺസൂൺ അതിശക്തമായിട്ടുള്ള മഴയോട് കൂടിയിട്ടുള്ള മൺസൂൺ ആയിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അല്പമൊന്ന് ആശ്വസിക്കാം. എന്നാൽ അതിനോടൊപ്പം അല്പമൊന്ന് ജാഗ്രതയും കാണിക്കണം. ആശ്വസിക്കാനുള്ള വക ഇവിടെ കാര്യമായിട്ടുള്ള പ്രളയം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരാൻ പോകുന്ന വരണ്ട കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. നിലവിൽ ജലമുണ്ടായിരിക്കും, കാരണം ഇടയ്ക്കിടെ ചെറിയ രീതി മഴയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ഒരുപക്ഷേ നമ്മളൊരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ വലിയ വരൾച്ചയായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ തന്നെ ലോഡ് ഷെഡിങ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ രൂക്ഷമായിട്ട് നമുക്ക് ലോഡ് ഷെഡിങ്ങിനെ ഫേസ് ചെയ്യേണ്ടി വരും. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, പ്രത്യേകിച്ചും പീക്ക് ടൈമുകളിൽ. മറ്റൊന്ന്, നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ. എന്നേക്കുമായിട്ട് ഡാമുകളെ മാത്രം ആശ്രയിച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. വേറെ ബദൽ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. ആ മാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. കാലം കഴിയും തോറും നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗം കൂടിക്കൊണ്ടേയിരിക്കും. ആ ഉപയോഗത്തെ കുറയ്ക്കാൻ നമ്മളെക്കൊണ്ട് കാര്യമായിട്ട് സാധിക്കില്ല. നമ്മുടെ ഉപയോഗം കൂടണം. കാരണം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വൈദ്യുതി ഉപയോഗിക്കുന്നത് ഉറപ്പായിട്ടും കൂടുതലായിരിക്കും. അതനുസരിച്ച് കൂടുതലായി വൈദ്യുതി ഉണ്ടാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. കേരളത്തിൽ വൈദ്യുതി കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്?
എന്തൊക്കെ തരത്തിലുള്ള പവർ പ്ലാന്റുകൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡീറ്റെയിലായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.